മലപ്പുറം മഞ്ചേരിയിൽ SDPI നേതാക്കളുടെ വീട്ടിൽ NIA റെയ്ഡ് 4 പേർ കസ്റ്റഡിയിലെന്ന് സൂചന. പുലർച്ചെയാണ് NIA സംഘം വീടുകളിലെത്തി പരിശോധന നടത്തിയത്. സാനു കെ സജിയുണ്ട് വിവരങ്ങളുമായി. സാനു, ദിവസങ്ങൾക്ക് മുൻപ് ഈ SDPI നേതാക്കളുടെ വീടുകളിലടക്കം വലിയ രീതിയിൽ റെയ്ഡ് നടന്നിരുന്നു. അതോടൊപ്പം SDPIയെ എടുത്തു സൂചിപ്പിക്കുന്ന ചില പരാമർശങ്ങളടക്കം ഏജൻസികളുടെ ഭാഗത്തു നിന്നുമുള്ള റിപ്പോർട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയാണോ ഈ നീക്കങ്ങൾ? കാളിദാസ്, തീർച്ചയായിട്ടും ഏതാനും ഒരു 2 ആഴ്ച മുന്നെയാണ് നമ്മുടെ SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയെ ED അറസ്റ്റ് ചെയ്തത്. തുടർന്ന് വിവിധ കേന്ദ്രങ്ങളിൽ EDയുടെ നേതൃത്വത്തിൽ റെയ്ഡ് നടന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് NIA ഇപ്പോൾ റെയ്ഡുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അന്ന് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് തന്നെ നമ്മൾ വ്യക്തമാക്കിയിരുന്നതാണ് സംസ്ഥാനത്തെ മുൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായിട്ടുള്ള ഇപ്പോഴത്തെ ഈ SDPI പ്രവർത്തകർ NIAയുടെ റഡാറിലാണെന്നുള്ളൊരു സുപ്രധാന വിവരം കേരള വിഷൻ ന്യൂസ് തന്നെ പുറത്തുവിട്ടിരുന്നതാണ്. എന്തായാലും മലപ്പുറം മഞ്ചേരിയിലാണ് ഇന്ന് പുലർച്ചെ NIAയുടെ ഒരു റെയ്ഡ് നടന്നിരിക്കുന്നത്. അതായത് 5 പേരുടെ വീടുകൾ, SDPI പ്രവർത്തകരായിട്ടുള്ള 5 പേരുടെ വീടുകളിൽ പുലർച്ചെ 3 മണിക്കായിരുന്നു NIAയുടെ റെയ്ഡ് നടന്നത്. കേന്ദ്രസേനയുടെ സുരക്ഷയിലെത്തിയ NIA സംഘം 4 പേരെ കസ്റ്റഡിയിലെടുത്തു. ഇവരുടെ വീട്ടിൽ നിന്നും ഡിജിറ്റൽ തെളിവുകളടക്കം ചില ലഘുലേഖകളടക്കം NIA പിടിച്ചെടുത്തിട്ടുണ്ട്. അതായത് സ്വർണ്ണ പണിക്കാരാണ് ഇവരെ. വിദേശത്ത് നിന്ന് അടക്കം കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം മഞ്ചേരിയിൽ എത്തിച്ച് മറ്റ് ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വിൽപ്പന നടത്തുന്ന സംഘമായിരുന്നു ഇവർ. അതായത് പണം സ്വരൂപിക്കുന്നതിന് വേണ്ടി പോപ്പുലർ ഫ്രണ്ട് ഇവരെ ഉപയോഗപ്പെടുത്തി എന്നുള്ള കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് NIAയുടെ ഒരു റെയ്ഡ് നടന്നിരിക്കുന്നത്. കൊച്ചി NIA യൂണിറ്റിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പുലർച്ചെ 3 മണിയോടെയായിരുന്നു റെയ്ഡ്. 4 പേർ കസ്റ്റഡിയിലാണ്. അവരെ വിശദമായി ചോദ്യം ചെയ്യുന്ന നടപടികളടക്കം ആരംഭിച്ചിട്ടുണ്ട്. അതായത് NIA ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന പ്രധാനപ്പെട്ട സൂചനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം SDPIയിലേക്ക് ചേക്കേറിയ ഇവർ പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി ഉള്ള കളം, അതായത് ഇവർക്ക് വേണ്ട പണം സ്വരൂപിക്കലടക്കം നിയമ പോരാട്ടങ്ങൾക്കടക്കമുള്ള പണം കണ്ടെത്തുന്നതിന് വേണ്ടി ഇവരെ ഉപയോഗപ്പെടുത്തി ഇവർ അതിനുവേണ്ടി SDPI മറയാക്കി എന്നുള്ളൊരു സുപ്രധാന വിവരമാണ് NIA കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും അതേപോലെ തന്നെ തെളിവെടുപ്പുകളും ചോദ്യം ചെയ്യലുകളും അടക്കം പുരോഗമിക്കുകയാണ്. NIA സംഘത്തിന്റെ റെയ്ഡും പരിശോധനകളും ഇപ്പോഴും തുടരുകയാണ്. കാളിദാസ്.